കൃഷ്ണ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് ജനുവരി 3, 2026. ക്ഷേത്രമുറ്റത്ത് മണിനാദങ്ങൾ ഉയർന്നു. വേദമന്ത്രങ്ങളുടെ ധ്വനി ആ അന്തരീക്ഷത്തെ പാവനമാക്കി. ഭക്തരുടെ കണ്ണുകളെല്ലാം ഉച്ചപൂജയ്ക്ക് ശേഷം നട തുറക്കുന്ന ആ ഒരു ശ്രീകോവിലിനകത്തേക്ക്. ആ ഒരു ദർശനം, അത് കാളിയമർദ്ദനമൂർത്തിയായ ഉണ്ണിക്കണ്ണനായിട്ടാണ് ഇന്ന് കണ്ണൻ്റെ അലങ്കാരം ഉണ്ടായിരുന്നത്. കാളിന്തി നദി ഒരിക്കല് അമൃതസമമായ ജലമായിരുന്നു. എന്നാൽ കാളിയൻ എന്ന അഹങ്കാരത്തിൻ്റെ വിഷം പടർന്നപ്പോഴാണ് നദി കരയാൻ തുടങ്ങിയത്. ഗോക്കൾ വീഴുന്നു, ജീവൻ നിലയ്ക്കുന്നു, പ്രകൃതിക്ക് ശ്വാസം മുട്ടി. അത് ഒരു കഥയൊന്നുമല്ല ശരിക്ക്. അത് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള വിഷമയമായിട്ടുള്ള അഹങ്കാരത്തിൻ്റെ ഉപമ തന്നെയാണ്. ആ വിഷം നീക്കാൻ, ഉള്ളിലുള്ള അഹങ്കാരത്തിൻ്റെ വിഷം ഇല്ലാണ്ടാക്കി ലോകത്തിൻ്റെ കരച്ചിൽ കേട്ടിട്ട് കരുണാസ്വരൂപനായ ഭഗവാൻ അവതരിച്ച് അതില്ലാണ്ടാക്കുന്നതാണ് കാളിയമർദ്ദനം എന്ന് പറയുന്നത്. ഇന്നത്തെ അലങ്കാരത്തിൽ 5 തലയുള്ള കാളിയൻ്റെ ഫണങ്ങളിലേക്ക് ചുവട് വയ്ക്കുന്ന ഉണ്ണിക്കണ്ണനെയാണ് കാണാൻ പറ്റിയത്. ഓരോ ശിരസും ഒരു അഹങ്കാരം, ഒരു മതം, ഒരു ഞാനെന്ന ഭാവം, ഞാനെന്ന ഭ്രമം, അതെല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിലിങ്ങനെ ലോകനാഥൻ്റെ കൊച്ചു പാദം ഇങ്ങനെ ആടിത്തിമർക്കുകയാണ്. ആ അഹങ്കാരത്തെ അങ്ങടെ നിശേഷം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ആടിത്തിമർക്കുകയാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ. അത് ശിക്ഷയല്ല, അത് ശരിക്കും ഒരു കരുണയുടെ നൃത്തമായിരുന്നു. ഭഗവാന്റെ പാദസ്പർശം കിട്ടിയ നിമിഷം കാളിയൻ്റെ ഉള്ളിൽ നിന്ന് വിഷം വമിക്കുന്നുണ്ട്. അതായത് അത് അഹങ്കാരം ഇല്ലാണ്ടാക്കുകയാണ് എന്നുള്ളതാണ്. കാളിയൻ തലകുനിച്ചു. അഹങ്കാരം ഭക്തിയായിട്ട് മാറുന്ന ഒരു ദിവ്യാത്ഭുതമാണ് അവിടെ നടന്നത്. ഗുരുവായൂരപ്പൻ ഇന്നിങ്ങനെ സ്വർണ്ണവർണ്ണത്തിൽ തിളങ്ങി നിൽക്കുകയാണ്. പട്ടു പീതാംബരം ഉണ്ടായിരുന്നു, മിന്നുന്ന സ്വർണ്ണാഭരണങ്ങൾ, ദിവ്യ കിരീടമുണ്ട്. കാളിയൻ്റെ വാല് ഒരു കയ്യിലിങ്ങനെ പിടിച്ചിട്ടുണ്ട്. മുഖത്ത് ശാന്തിയുടെ ആ ഒരു പുഞ്ചിരി. അത് പറയാ നമ്മളോട് എന്താ പറയണേ? വിഷം എത്രയുണ്ടെങ്കിലും കരുണ അതിലേറെ ശക്താണ് എന്ന് പറയാണ്. തുളസി മാലകൾ ഇങ്ങനെ ഭഗവാന്റെ മാറിൽ വിരിഞ്ഞിരിക്കുന്നുണ്ട്. തുളസി എന്ന് പറയുന്നത് തന്നെ ഭക്തിയുടെ ശ്വാസമാണ്, ശുദ്ധിയുടെ അടയാളമാണ്. സുഗന്ധപൂരിതമായ പൂക്കൾ ആ ക്ഷേത്രാന്തരീക്ഷം മുഴുവൻ ഇങ്ങനെ സൗരഭ്യം നിറഞ്ഞ്, ദിവ്യ സൗരഭ്യം നിറഞ്ഞ് തുളുമ്പുകയാണ്. കാളിയൻ്റെ ഫണങ്ങൾക്ക് മുകളിൽ ഇങ്ങനെ താളം ചവിട്ടുന്ന കണ്ണൻ്റെ ആ പുഞ്ചിരി ഉണ്ടല്ലോ, അത് എല്ലാവരുടെയും പാപങ്ങളെ ഹനിക്കണു എന്നാണ്, ഭയങ്ങളെ അകറ്റണു, ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യണത്. ഈ കാളിയമർദ്ദനം എന്ന് പറയുന്നത് ഒരു വീരതയുടെ കഥ മാത്രമൊന്നുമല്ല, ഇത് കരുണയുടെ പരമാവധി രൂപം തന്നെയാണ്. ഗോക്കളെ രക്ഷിക്കാൻ ഭഗവാൻ ചോദിച്ചില്ല അർഹതയുണ്ടോയെന്ന്. കരുണയ്ക്ക് ചോദ്യമില്ല. ലോകം വിഷമയമായാൽ ഭഗവാൻ അതിലേക്ക് തന്നെ ചാടുക ചെയ്യാം. എടുത്തു ചാടി കാളിയൻ്റെ അഹങ്കാരം ഇല്ലാണ്ടാക്കുക ചെയ്തത്. ഇത് നമ്മളോട് എന്താ പറയണേ? നമ്മുടെ ഉള്ളിലുള്ള ഈ കാളിയനെ തിരിച്ചറിയൂ. ക്രോധം, അഹങ്കാരം, അസൂയ പോലെയുള്ള ഈ ചീത്ത കാര്യങ്ങളുണ്ടല്ലോ ഉള്ളിലിരിക്കണേ, അതിനെ തിരിച്ചറിയൂ. അവയുടെ ശിരസിൽ നമ്മുടെ കണ്ണൻ്റെ പാദം വെക്കാൻ അനുവദിക്കൂ എന്നാണ് പറയുന്നത്. വിഷം ശമിക്കും, ഹൃദയം ശുദ്ധാവും, സംശയമില്ല. ജീവിതം വീണ്ടും അമൃതാവുക തന്നെ ചെയ്യും. നമ്മുടെ തന്നെ ഉള്ളിലുള്ള വിഷത്തിൻ്റെ അതേപോലെ തന്നെ മറ്റുള്ളവരുടെ വിഷം നമ്മുടെ മേലെ വന്നാലും അതിനു എതിരെയായിട്ട് നമ്മുടെ കണ്ണൻ തന്നെ ഉണ്ടാവും എന്നുള്ള ഉറപ്പാണത്. ഇന്ന് ഗുരുവായൂരിൽ കാളിയമർദ്ദനമൂർത്തിയായിട്ട് കണ്ണൻ നിൽക്കുമ്പോൾ നമ്മളെ എല്ലാവരെയും അത് ആശ്വസിപ്പിക്കുകയാണ്. വിഷമയമായ അഹങ്കാരത്തെ അമർച്ച ചെയ്ത് ഭക്തരുടെ ഹൃദയത്തിൽ ശാന്തിയും ഭക്തിയും നിറയ്ക്കുന്ന ദർശനമാണ്, പുണ്യം ആണ്. ഗുരുവായൂരപ്പ ശരണം, ശരണം ശരണം ശരണം. കൃഷ്ണ ഗുരുവായൂരപ്പ.